ഹലോ മക്കളെ, അപ്പോൾ ഓണ പരീക്ഷ കളറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടിവെട്ട് ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് റിസാർ എജുബോർഡിലൂടെ വന്നിരിക്കുന്നത്. വട്ടം കറക്കുന്ന ആ ചോദ്യം ഇനി കറക്കില്ല. ഏതാണ് ആ ചോദ്യം എന്നല്ലേ? അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഏതാണ് ആ വട്ടം കറക്കുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. An element represent as follows. Symbol is not real. X 17 17 8. Electronic configuration of the element ചോദിച്ചിട്ടുണ്ട്. Number of neutron, number of electrons, number of protons. അല്ലേ? ഇലക്ട്രോൺ വിന്യാസം എഴുതുക, ന്യൂട്രോണിന്റെ എണ്ണം എഴുതുക, ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക, പ്രോട്ടോണിന്റെ എണ്ണം എഴുതുക. സാധാരണഗതിയിൽ നമ്മളോട് ഇത് ചോദിക്കാറുള്ളത് 3 മാർക്കിനും ഇനി ഏറിപ്പോയാൽ 4 മാർക്കിനും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഇടിവെട്ട് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഈസി ആയിട്ട് നമ്മൾ ഒരു പുതിയ ടെക്നിക്കിലൂടെ, പുതിയൊരു ട്രിക്കിലൂടെ എന്താണ് നമ്മളത് പഠിച്ചെടുക്കാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അത് ആദ്യം പറയാണ്, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കയറാം. ഈ ചോദ്യത്തിന് നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് X 17 8 എന്നുള്ളതാണ്. ഈ X 17 8 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമാക്കിയിട്ട് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞാണ്. ഒന്നുകൂടി ഞാനത് വിശദമാക്കുകയാണ്. മുകളിൽ ഒരു നമ്പർ കാണുന്നില്ലേ നിങ്ങൾ? ഈ മുകളിലുള്ള ഈ നമ്പർ ആയിരിക്കും എന്ന് മക്കളെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പർ. ഇനി അടിയിൽ നിങ്ങൾ ഒരു നമ്പർ കാണുന്നുണ്ട്, അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ്. മുകളിൽ എന്ന് കാണുമ്പോൾ ഞാനിവിടെ മുകളിൽ എന്ന് എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിൽ ഇതാണ് മുകളിൽ. അതേപോലെ തന്നെ അടിയിൽ. എടാ, ഇതിൽ നിന്ന് നമ്മൾ കോഡ് ഉണ്ടാക്കിയെടുത്താണ്. മുകളിൽ എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എം ആണ്. ദാറ്റ് ഈസ് എം, മാസ് നമ്പർ. ഇനി അടിയിൽ എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എ ആണ്. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ. അപ്പൊ മുകളിലെ നമ്പർ ഏത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മക്കളെ മനസ്സിലേക്ക് വരണം, അത് മുകളിൽ മാസ് നമ്പർ ആണ്. എം മാസ് നമ്പർ ആണ്. അടിയിൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ A4 അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ മുകളിൽ നമ്പർ മാസ് നമ്പർ, അടിയിൽ അറ്റോമിക് നമ്പർ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് അല്ലെ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ എഴുതാൻ പോവാണ് അല്ലെ? എ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അറ്റോമിക നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം എഴുതേണ്ടത്. ഓക്കെ, അറ്റോമിക നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അല്ലാതെ മാസ് നമ്പറിനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പൊ അറ്റോമിക നമ്പർ എത്രയാണ് മക്കളെ? അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2 and 6 അല്ലെ? 2 and 6 എഴുതി. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് വിന്യാസം എഴുതി. എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട് അല്ലെ? ന്യൂട്രോണിന്റെ എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോൺസിന്റെ എണ്ണം. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇതാണ് നമ്മളെ അടുത്ത ഘട്ടം അല്ലെ? അപ്പൊ ഞാനിങ്ങനെ സ്ലൈഡ് മാറ്റുന്ന ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു വാലില്ല കുരങ്ങിന്റെ ഒരു രൂപം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിച്ചുണ്ടാവും. അത് മനഃപൂർവ്വം മിന്നിച്ചാണ്. എന്തിനാണ് ഈ വാലില്ല കുരങ്ങിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതെന്നുള്ളതാണ് മക്കളെ. അതാണ് നമ്മളെ ഈ ഒരു വീഡിയോസിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നേരെ കുരങ്ങച്ചന്റെ അടുത്തേക്ക് പോവാം. ഇതിനാണ് വാലില്ല കുരങ്ങ്. ഞങ്ങൾ ഇംഗ്ലീഷുകാർ ഇതിനെ വിളിക്കുന്നത് എയ്പ്പ് എന്നാണ്. പിടിച്ചോളി, എയ്പ്പ് അല്ലെ? APE, എയ്പ്പ്. മക്കളെ, ഈ നിങ്ങളോടെ പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ് അല്ലെ, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കാം. A4 എന്താണ്? അറ്റോമിക നമ്പർ ആണ്. അറ്റോമിക് നമ്പർ. മലയാളത്തിൽ നമ്മൾ അറ്റോമിക നമ്പർ എന്നൊക്കെ പറയും. രണ്ട് സെയിം അല്ലേ? അറ്റോമിക് നമ്പർ. ഈ അറ്റോമിക് നമ്പർ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോണും ഇലക്ട്രോൺസും അല്ലെ? അറ്റോമിക് നമ്പർ എത്ര ആയിക്കൊള്ളട്ടെ, അത് പ്രോട്ടോൺ ആയിരിക്കും, അത് ഇലക്ട്രോൺസ് ആയിരിക്കും. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, ഇപ്പൊ അറ്റോമിക് നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 ആണെന്ന് വിചാരിക്കുക. അറ്റോമിക് നമ്പർ 2. എടാ മക്കളെ, അറ്റോമിക് നമ്പർ 2 ആണെങ്കിൽ
പ്രോട്ടോൺ അത് തന്നെയായിരിക്കും 2 ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇലക്ട്രോൺസും. ആഹാ, കൊള്ളാലോ പരിപാടി. അപ്പൊ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ പ്രോട്ടോൺ ചെയ്താ ഇലക്ട്രോൺ ചെയ്താ. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇനി നേരെ തിരിച്ചുകൊണ്ട് ആലോചിക്കണം. ചിലപ്പോൾ അവർ ഇലക്ട്രോൺ തരും. ഇലക്ട്രോൺ 4 ആണെങ്കിലോ അപ്പൊ നമ്മൾ പ്രോട്ടോൺ 4 ആയിരിക്കും, അറ്റോമിക് നമ്പർ 4 ആയിരിക്കും. തിരിച്ചങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടൊരു പാലട്ടാൽ അതിലൂടെ തിരിച്ചിങ്ങോട്ടും പോരാം കേട്ടോ. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര തന്നെയാണോ അത് തന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോൺസും. ഇനി ഇലക്ട്രോൺ തന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ നമ്പർ തന്നെയായിരിക്കും പ്രോട്ടോണും അറ്റോമിക് നമ്പറും. അപ്പൊ നമ്മുടെ കോഡ് മറന്നു വരുക. ദ ഗോഡ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് കോഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് എയ്പ്പ്. ഇങ്ങനെയുണ്ട്. അപ്പൊ എയ്പ്പ് മറന്നു വരുത്. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെ ഏത് നമ്പർ ആയിക്കോട്ടെ അത് തന്നെ ആ സെയിം നമ്പർ ആയിരിക്കും പ്രോട്ടോണും ഇലക്ട്രോൺസും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണും പ്രോട്ടോണും നമുക്ക് സിയും ഡി ഒന്ന് എഴുതാം, ബി അവിടെ കിടക്കട്ടെ അല്ലെ. അപ്പോൾ നമുക്ക് സി ആൻഡ് ഡി ഇവിടെ ഉണ്ടേ. അപ്പൊ നമ്മുടെ കോഡ് വെച്ചിട്ട് എയ്പ്പ് വെച്ചിട്ട് അറ്റോമിക് നമ്പർ എയ്പ്പ്, നമ്മുടെ കോഡ് എയ്പ്പ് ആണ്. അറ്റോമിക് നമ്പർ എത്രയാണോ, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അടിയിലുള്ള നമ്പർ ആണ്. അടിയിലുള്ള നമ്പർ, മുകളിലുള്ളത് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോൺസും. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രോട്ടോണും ഇലക്ട്രോൺസും അല്ലെ. അപ്പൊ പ്രോട്ടോൺ എത്രയാണ്? അറ്റോമിക് നമ്പർ 8 ആയതുകൊണ്ട് പ്രോട്ടോണും 8 ഇലക്ട്രോണും 8. പ്രോട്ടോണും 8 ഇലക്ട്രോണും 8. അത് നമുക്ക് സി എം ഡി ആയിട്ട് ചെയ്തല്ലേ. പ്രോട്ടോൺ 8 ഇലക്ട്രോൺ 8 കേട്ടോ. റെഡി? ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് ന്യൂട്രോൺ അല്ലെ. അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും നമ്മൾ ഈസി ആയിട്ട് എഴുതാൻ പഠിച്ചു. അറ്റോമിക് നമ്പർ എത്രയാണോ, എയ്പ്പ് എന്നുള്ള ഒരു കോഡ് നമ്മൾ പഠിച്ചു. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോണും ഇലക്ട്രോണും. ഇനി ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള വഴി ഇപ്പൊ പിടിച്ചോളിയേ. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ. ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങോട്ട് കുറയ്ക്കുക. ഇവിടെ മാസ് നമ്പർ എത്രയാ? 17 അല്ലെ. 17 കുറയ്ക്കണം 8. മുകളിലുള്ള നമ്പറിൽ നിന്ന് അടിയിലുള്ള നമ്പർ അങ്ങോട്ട് കുറയ്ക്കാം. അപ്പൊ 17 കുറയ്ക്കണം അല്ലെങ്കിൽ 17 മൈനസ് 8 എത്ര വരും മക്കളെ? 9 ആണ് വരിക. 9 കണ്ടോ? കംപ്ലീറ്റഡ്. വെരി ഈസി. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറയാണ്. അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും പ്രോട്ടോണും ഇലക്ട്രോണും. പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ. ന്യൂട്രോൺ കാണണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക്, അതായത് മുകളിലുള്ള നമ്പറിൽ നിന്ന് അടിയിൽ നമ്പർ കുറച്ചാൽ ന്യൂട്രോൺ കിട്ടും. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോണും പ്രോട്ടോണും. ഏത് കോഡ് വെച്ച്? എയ്പ്പ് എന്നുള്ള ഈ കോഡ് വെച്ച്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യല്ല, പരീക്ഷാ ഹാളിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസുകളും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പല കുട്ടികളും നമ്മളോട് പറയാനുള്ള സാർ ഇത് പെട്ടെന്ന് മാറിപ്പോകുന്നു. ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി കുരങ്ങച്ചൻ അഥവാ എയ്പ്പ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കള്? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അടിയിൽ രേഖപ്പെടുത്തുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഒക്കെ ഷെയർ ചെയ്യാം. ഇടിവെട്ട് വീഡിയോ ആയിട്ടോ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. ചിൽഡ്രൻസ്, ഗുഡ് ബൈ.